ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ നിമിഷ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറെയാണ്. നിമിഷയ്ക്ക് ജോബ് കിട്ടിയിരിക്കുന്നത് ദുബൈയിലാണ്. നിമിഷയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc B.Ed. അതുപോലെ നിമിഷ ഒരു ഒളിമ്പ്യാഡ് ട്രെയിനറാണ്. ഒരുപാട് കുട്ടികൾക്ക് മാത്ത് ട്യൂഷൻ എടുക്കുന്ന മാത്തിന്റെ ഒരു എക്സ്പേർട്ട് ആണ്. കൂടാതെ നമ്മുടെ കൈരളി ചാനലിലെ ആങ്കർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് നിമിഷ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ നിമിഷ ചെയ്തിട്ടുണ്ട്. പിന്നെ നിമിഷ മെജൂസ് പാർക്കിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ വൺ ഡേ 99 ഡേയ്സിൽ 99 രൂപീസിന്റെ ഒരു വർക്ക്ഷോപ്പ് എടുത്ത് അതാണ് നിമിഷ അറ്റൻഡ് ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് നിമിഷക്ക് ഒരു ഇന്റർവ്യൂ കോൾ വരുന്നതും. ആ ഒരു ടിപ്പൊക്കെ വെച്ചിട്ട് നിമിഷ ഒരു ഇന്റർവ്യൂ കൊടുത്തു. നമ്മുടെ ഫ്രീ ക്ലാസ് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിമിഷ ഇന്റർവ്യൂ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നിമിഷ നമ്മുടെ HBIT കോഴ്സ് എടുക്കുന്നു. റെക്കോർഡ് ക്ലാസ് വാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നിമിഷ ഡെമോൺസ്ട്രേഷൻ കൊടുത്ത് അങ്ങനെ നിമിഷക്ക് ICSE സ്കൂളിലാണ് ദുബൈയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നിമിഷയുടെ കരിയർ ജേണിയിലേക്ക് പോകാം. നിമിഷ, ആ കരിയർ ജേണി എവിടെ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയായിരുന്നു ഒന്ന് ഹായ് മാം. പറയുന്നത്? ഹായ്. ഒരു കാര്യം നിമിഷ, ഒരൊറ്റ കാര്യം വ്യൂവേഴ്സിന്റെ അടുത്ത് ആ ഒരു കാര്യം, എല്ലാവരും മറക്കാതെ കാര്യങ്ങൾ നോട്ട് ചെയ്യാട്ടോ. നോട്ട്ബുക്ക് പെന്നെല്ലാം റെഡിയാക്കുക. ഓരോ പോയിന്റ്സ് എഴുതിക്കോളൂ. താങ്ക് യു. യെസ് നിമിഷ. ഓക്കെ മാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഈ മാമിന്റെ മെന്ററിംഗിൽ വന്നതിന് ശേഷമാണ് എനിക്കൊരു ഇന്റർവ്യൂ കോള് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ നാട്ടിലെ CBSE സ്കൂളിൽ ഒരു 4-5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം ഞാനൊരു സ്വന്തമായിട്ടൊരു ഓൺലൈൻ മാത്സ് കോച്ചിങ് അക്കാഡമി ഇങ്ങനെ റൺ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാൻ അബുദാബിയിൽ എത്തുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് ജോബ് വേക്കൻസീസ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂ കോൾസ് ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എവിടെയാണ് CV-യിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. പക്ഷെ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കറക്റ്റ് ഗൈഡൻസ് നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല മാർക്ക് ഉണ്ട്. പിന്നെ എന്താണ് എവിടെയാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നതെന്ന് ഇങ്ങനെ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം മാമിന്റെ ഒരു വീഡിയോ ജനുവരിയിൽ ഇങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തപ്പോൾ മാമിന്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോ അത് ഒരു വീഡിയോ കണ്ടു. പിന്നെ അതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാനൊരു വിത്തിൻ 2 വീക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ എപ്പോഴും അയക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കോളുകളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മാമിന്റെ 99 സജന മാമിനെ കോൺടാക്ട് ചെയ്തിട്ട് 99ന്റെ വർക്ക്ഷോപ്പിന് ഞാൻ രജിസ്റ്റർ ചെയ്തു. രാവിലെ രജിസ്റ്റർ ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ഇന്റർവ്യൂ കോൾ കിട്ടി. ഒരു ദുബായിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ടൈം ഒരു ഇന്റർവ്യൂ കോൾ കിട്ടുന്നത് അപ്പോഴാണ്. അപ്പോ നെക്സ്റ്റ് ഡേ എനിക്ക് ഓൺലൈൻ ഇന്റർവ്യൂ അവർ സ്കെഡ്യൂൾ ചെയ്തു. അപ്പൊ അന്ന് ഞാൻ ഈ മാമിന്റെ 99 വർക്ക്ഷോപ്പ് എനിക്ക് തോന്നുന്നൊരു 3 അവേഴ്സ്, മോർ ദാൻ 3 അവേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ രാത്രി 1 മണി വരെ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ടിപ്സ് ഒക്കെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂവില് അന്ന് പറഞ്ഞ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ, മാമിന്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കോൺഫിഡൻസ് ആണ്. നമുക്കും കിട്ടും. അപ്പൊ B.Ed ഇല്ലാത്തവർക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് ഡെയിലി കാണുന്നുണ്ട്. അപ്പൊ നമുക്കിത് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നെക്സ്റ്റ് ഡേ ആ ഒരു ഫുൾ എനർജിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പൊ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് സെലക്ഷൻ ആയി എന്നുള്ള അവർ പറഞ്ഞിരുന്നു. അപ്പോ പിന്നെ എനിക്ക് ഇതൊരു മാം ഒരു മാജിക്കൽ ടീച്ചറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ സജന മാമിനെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ HBITക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളത് അന്വേഷിച്ചു. അങ്ങനെ ഞാൻ മാർച്ച് 1 ഞാൻ HBIT എടുക്കുന്നത്. അപ്പോ എനിക്ക് ഉടനെ തന്നെ ഡെമോ ക്ലാസ് അവര് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ഡെമോ ക്ലാസ് ആയിരുന്നു. അപ്പോ ഞാൻ ആദ്യം HBIT പെട്ടെന്ന് തന്നെ എനിക്ക് ജോയിൻ ചെയ്യണം. അതിന് സ്പെഷ്യൽ താങ്ക്സ് സജന മാമിന്റെ അടുത്ത് പറയണം. കാരണം എന്നെ ആദ്യമേ തന്നെ ആഡ് ചെയ്തു, ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ട് എനിക്ക് ആക്സസ് തന്നു പെട്ടെന്ന് തന്നെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ആദ്യമേ തന്നെ CV-യുടെ നോക്കാതെ ഈ ഡെമോ ക്ലാസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള അതും ഇന്റർവ്യൂ സെഷനുമാണ് ആദ്യം ഞാൻ വാച്ച് ചെയ്തത്. അങ്ങനെ അത് വാച്ച് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഡെമോ അറ്റൻഡ് ചെയ്യുന്നത്. ആ ഡെമോ കുറച്ച് ടീച്ചേഴ്സും പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, അക്കാഡമിക് ഹെഡ്, അവരെല്ലാരും കൂടി ഇരുന്നിട്ടായിരുന്നു ഓൺലൈൻ ഡെമോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അവർ എനിക്ക് നല്ല കമന്റ്സ് ഒക്കെ തന്നു. ഗ്രേറ്റ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് പ്രിൻസിപ്പൽ മാമിന്റെ അടുത്ത് വേറൊരു സെഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാമിന്റെ സ്പെഷ്യൽ ടിപ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തത്. നമുക്ക് നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്, അതുപോലെ തന്നെ വുഡ് യു ലൈക്ക് ടു ആസ്ക് സംതിങ് എന്ന് ചോദിച്ചു ഫൈനലി. അപ്പം ഞാൻ മാം പറഞ്ഞു തന്ന ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം അവിടെ പ്രസന്റ് ചെയ്തു. അപ്പോൾ മാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. വളരെ നല്ല കോമന്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു. എന്റെ സാലറി അതെല്ലാം പറഞ്ഞു.
അപ്പം ശരിക്കും ഇതൊരു ജേർണിയാണ്. ജേർണി വിത്ത് മുനീറ മാം, ജേർണി വിത്ത് മെഡ്യൂസ് പാർക്ക്. അതാണ് ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അതെനിക്ക് സെലക്ഷനായി. നിമിഷ, ഒരു ക്വസ്റ്റ്യന്, വിസ അവര് തന്നോ അതോ ഹസ്ബൻഡ് വിസയിൽ തന്നെയാണ്? ഞാൻ ഹസ്ബൻഡ് വിസയിലാണ് മാം. ഓൾറെഡി ഞാൻ സ്പൗസ് വിസയിൽ ആയതുകൊണ്ട് പിന്നെ ഞാനത് ചേഞ്ച് ചെയ്തില്ല. അപ്പൊ കിട്ടാൻ ബേസ്ഡ് ഓൺ വളരെ ഈസി ആയി അതെ 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 അല്ലെ? അതെ. ഡെമോൺസ്ട്രേഷന് എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു? ഡെമോൺസ്ട്രേഷൻ എനിക്കൊരു 30 മിനിറ്റ്സ് ആണ് അവര് എനിക്ക് ഓൾറെഡി മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ്സ് ഡെമോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ, ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. മാത്സിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഇൻ റിയൽ ലൈഫ് എന്നുള്ളതായിരുന്നു. പിന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ലെസൺ പ്ലാനും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. ലെസൺ പ്ലാൻ പ്ലസ് ഡെമോ ക്ലാസ്സും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെയായിരുന്നു. കുട്ടികളുടെ മുന്നിലായിരുന്നോ ഡെമോ നടത്തിയത്? കുട്ടികളില്ലായിരുന്നു. അവിടെ തന്നെ ടീച്ചേഴ്സ്, ഒരു 4-5 ടീച്ചേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിൻസിപ്പൽ മാമും വൈസ് പ്രിൻസിപ്പൽ സാറായിരുന്നു. പിന്നെ അതിന്റെ കൂടെ അവരുടെ അക്കാഡമിക് ഹെഡ് ഒക്കെ എന്തായാലും ഒരു 7-8 മേലെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്തതും ആൻസർ പറഞ്ഞതും ഒക്കെ. അങ്ങനെയായിരുന്നു. എല്ലാം അവര് തന്നെയായിരുന്നു ചെയ്തത്. ഏതൊക്കെ ആ അറ്റസ്റ്റേഷൻ ആണ് നിമിഷ ചെയ്തത്? ഞാൻ മെയിനായിട്ടും ചെയ്തത് മോഫ അറ്റസ്റ്റേഷൻ ആയിരുന്നു. ആ, എന്റെ ഡിഗ്രി 2 സർട്ടിഫിക്കറ്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ബി എഡിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിനിസ്ട്രി ഓഫ് UAE മിനിസ്ട്രിയുടെ, പിന്നെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ ഫോറിൻ അഫയേഴ്സ്. അഫയേഴ്സ് UAE-ന്റെ, അത് അവിടുന്നാണ് ചെയ്തത്? ആ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ചെയ്തു. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ജെനുവിനിറ്റി ഇക്വിവാലൻസി എന്നൊക്കെ പറഞ്ഞ സംഭവം കേട്ടു, അത് വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അത് ചെയ്തിട്ടില്ല. അത് നമ്മൾ ടീച്ചർ ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞു KSD അപ്രൂവൽ അതിന് എടുക്കണം. ആ, അപ്പൊ അത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇതെല്ലാം അത് ജോയിൻ ചെയ്തതിന്റെ ശേഷം അവര് നമുക്ക് തരും? ജോയിൻ ചെയ്തതിന് ശേഷം ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഉം, പിന്നെ ഉം. എന്താ, പിന്നെ ലാംഗ്വേജ് ഒന്നും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ലല്ലോ നിമിഷക്ക്? ഇല്ല ഇല്ല, ലാംഗ്വേജ് ഓൾറെഡി ഞാൻ ഇവിടെ ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ ലാംഗ്വേജ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പറ്റുമായിരുന്നു അല്ലെ? ലാംഗ്വേജിന് ഇവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പം പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവരോട് പറയാം, ലാംഗ്വേജ് അങ്ങനെ ഒരു മാറ്റർ ആയിട്ട് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇന്റർവ്യൂ നടത്തുമ്പോ ഇന്റർവ്യൂ പാനൽ ആയിരുന്നോ അതോ ഒരാളായിരുന്നോ? രണ്ട് ഇന്റർവ്യൂ ഒരാളായിരുന്നു. ഉണ്ടായിരുന്നു? 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ, ആദ്യം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഡെമോ കഴിഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ സെഷൻ ഉണ്ടായിരുന്നു, ആ. പിന്നെ പ്രിൻസിപ്പൽ മാമിന്റെ ഒപ്പമുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇന്റർവ്യൂ പാനൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു 4 or 5 ആൾക്കാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് നമ്മളുടെ ലെസൺ പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ലെസൺ പ്ലാന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഔട്ട്കം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അപ്പം അതൊക്കെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളായിരുന്നു ചോദിച്ചത്. എന്നാൽ അതിനുശേഷം പ്രിൻസിപ്പളിന്റെ സബ്ജക്ട് അടുത്ത് എക്സ്പേർട്ട്. പ്രിൻസിപ്പളിന്റെ അടുത്ത് സെയിം ഡേ ആയിരുന്നോ ഇന്റർവ്യൂ അല്ല, ഉണ്ടായത്? വേറെ ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. വേറെ ദിവസമായിട്ട് അത് വേറെ ടൈപ്പ് വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ? സാലറി വേറെ റിലേറ്റഡ് മാം ആയിട്ടുള്ള. സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ലെസൺ പ്ലാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ലെസൺ പ്ലാന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫോർമാറ്റ് ചോദിച്ചു. ഉം, അതിനുശേഷം നമുക്ക് സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിച്ചു. ഉം. പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ആ, അങ്ങനെയുള്ള. പിന്നെ പോളിനോമിയൽസിനെ പറ്റി ചോദിച്ചു. അത് അവരുടെ സീനിയർ ടീച്ചർ ആണെന്ന് തോന്നുന്നു. അതേപറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. ഡെമോ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? അതുണ്ടായിരുന്നു? ഡെമോ എടുത്ത സമയത്ത് അവര് ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഇത് ഇങ്ങനെ ആയാൽ അങ്ങനെ എങ്ങനെയായിരിക്കും. ആ, അപ്പോൾ ഒരു കുട്ടി ക്വസ്റ്റ്യൻസ്. നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ, അപ്പം ഹൗ വിൽ യു ഹാൻഡിൽ ഇറ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. കുറച്ച് നമ്മളൊന്ന് ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലൊക്കെ അവർ ചോദിക്കും. പക്ഷെ എന്നാലും നമ്മുടെ മാമിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉള്ളതുകൊണ്ട് നമ്മൾ കോൺഫിഡൻസ് താഴ്ന്നു പോകാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അതപ്പോ നല്ല ടോപ്പ് സ്കൂളാണ്. അങ്ങനെയുള്ള സ്കൂൾസ് ആണ് ഇങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. ചോദിക്കുന്നു. അപ്പോ ദുബൈയിലേക്ക് ജോബ് നോക്കുന്ന ടീച്ചേഴ്സിനോട്, ടെൻഷൻ അടിച്ചിരിക്കുന്നവരോട് എന്താണ് നിമിഷക്ക് പറയാനുള്ളത്? എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നാണ്? നേരിട്ടായിരുന്നു പോയിട്ട് കൊടുത്തത് അതോ ഓൺലൈനിലൂടെയാണ് അല്ല, ആപ്ലിക്കേഷൻ കൊടുത്തത്? ലിങ്ക്ഡിൻ ത്രൂ ആയിരുന്നു ഞാൻ ലിങ്ക്ഡിൻ കൊടുത്തിരുന്നത്. ത്രൂ ആണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പൊ എന്താണ് ദുബൈ സ്കൂളിൽ നോക്കുന്നവരോട് പറയാനുള്ളത് അവസാനം? എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേരുണ്ടാവും ഇന്റർവ്യൂ കോൾസ് കിട്ടാതിരിക്കുന്ന ആൾക്കാര്. അപ്പോ ഉം. അവരോട് എനിക്ക് പറയാനുള്ളത്, മാമിന്റെ HPAT കോഴ്സിൽ ജോയിൻ ചെയ്യുക, അതിലെ ടിപ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതെ. പിന്നെ ലാംഗ്വേജ് ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല. കാരണം ലാംഗ്വേജ് നമുക്ക് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ററാക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി നോക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അത് നന്നായിട്ട് യൂസ് നമ്മൾ ചെയ്യുക. ഫോളോ ഇത്ര ചെയ്യും. കാര്യങ്ങളാണ് പറയുന്നത്. അതെ അതെ അതെ.
അപ്പോ നിമിഷ ഒന്നും കൂടെ നമ്മൾ പറയാണ് കൺഗ്രാറ്റുലേഷൻ വിജു സ്പാർക്ക് സൈഡിൽ നിന്ന് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിമിഷ ചെയ്തിട്ടുള്ള പോലെ കോൺഫിഡൻസ്, നിമിഷ പറഞ്ഞതിൽ നിന്ന് ഞാൻ അതാണ് നോട്ട് ചെയ്തത്. നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മൾ പോവുക, എന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുക. നാളെ നമ്മുടെ മുന്നിൽ ഇതുപോലെ വന്നിരിക്കുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു ജോബായിരിക്കും കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.